ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് എങ്ങനെ ഒരു പിസ്സ സോസ് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു സവാള, ഒരു വെല്ലുള്ളി എടുത്തിട്ട് നന്നായി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് ഒരു റഫായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ അത് അരയ്ക്കാനുള്ളതാണ്. ഇനി നമ്മൾ 5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി. എന്നിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് വരഞ്ഞു കൊടുക്കുക. തക്കാളിയിൽ ഒരു 1.5 തക്കാളിയാണ് വേണ്ടത്, മീഡിയം സൈസ്. എന്നിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തൊലി ഒന്ന് ഉരിച്ചെടുക്കാൻ നന്നായി എളുപ്പമായിരിക്കും. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് 2 ഉണക്കമുളക് ഇല്ലെങ്കിൽ കാശ്മീരി മുളക് 3 ഇട്ട് കൊടുക്കുക. 2 ഇട്ടെടുത്തത്. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 7 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. കുക്കറിലാവുമ്പോൾ ഒരു വിസിൽ മതിയാകും. ഇതിപ്പോൾ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ഈ ഉണക്കമുളകിൻ്റെ തണ്ട്, ഒരു മേൽഭാഗത്തുള്ള തണ്ടും അതുപോലെ തക്കാളിയുടെ തൊലിയും നന്നായി റിമൂവ് ചെയ്ത ശേഷം നമുക്കൊരു ജാറിലോട്ടിട്ട് ആ വെള്ളം ഉപയോഗിച്ച് തന്നെ നന്നായി അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്, ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഓയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏത് സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഏത് കുക്കിംഗ് ഓയിലാണെങ്കിലും പ്രശ്നമില്ല. എന്നിട്ട് നമ്മുടെ ഈ മിക്സ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാൻ അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. ആ ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായി, സോറി. എന്നിട്ട് ഏകദേശം ഒരു അര ടീസ്പൂണോളം സോയ സോസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. കണ്ടോ, ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് അത് ഇടുമ്പോൾ ഒരു ടേസ്റ്റ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ, സോയ സോസ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ടൊമാറ്റോ കെച്ചപ്പ് എന്തായാലും 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് ടു 1 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പഞ്ചസാരയും ഉപ്പും ബാലൻസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പിസ്സ സോസ് ഓഫ് ചെയ്ത് നമുക്ക് അത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.